തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ആശാ വർക്കർമാരുടെ സമരം 13ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും സമരത്തിന് പിന്തുണയേറുന്നു എന്നത് നമ്മൾ കാണുന്നുണ്ട്. മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് പ്രശ്നം പരിഹരിക്കണമെന്ന ആവശ്യവുമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുതിർന്ന CPI നേതാവ് C ദിവാകരനും രംഗത്ത് വന്നിട്ടുണ്ട്. സമരപ്പന്തലിലെത്തി സർക്കാരിനെ പരിഹസിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ. 2 മാസത്തെ ഓണറേറിയം അനുവദിച്ചിട്ടും 1 മാസത്തെ ശമ്പളം മാത്രമേ ലഭിച്ചുള്ളൂ എന്ന ആരോപണമാണ് സമരക്കാർ ഉന്നയിക്കുന്നത്. ന്യായമല്ലേ ആ കാര്യങ്ങൾ? കൊടും ചൂടത്ത് ഇവരിങ്ങനെ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ദിവസം 13ആയി. പക്ഷേ സർക്കാരിന് അനക്കമില്ല. സമരക്കാർ ഡൽഹിയിൽ പോയി കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യണമെന്നാണ് ആരോഗ്യമന്ത്രിയുടെ പക്ഷം. കടുത്ത വെയിലത്ത് പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ചാണ് സമരം. സമരമുഖത്തുള്ളത് കോവിഡ് കാലത്തുൾപ്പെടെ മുൻനിരയിൽ പോരാടിയ സ്ത്രീകളും. ഓരോ ദിവസം കഴിയുന്തോറും സമരത്തിന് പിന്തുണ കൂടി വരികയാണ്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വീണ്ടും സമരപ്പന്തലിലെത്തി. മുഖ്യമന്ത്രി വിചാരിച്ചാൽ അരമണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി വിചാരിച്ചാൽ അരമണിക്കൂർ കൊണ്ട് തീരേണ്ട ഒരു കാര്യമാണിത്. കാരണം അവരാവശ്യപ്പെടുന്ന ന്യായമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി അവരെ വിളിച്ച് ചർച്ച ചെയ്യണം. ഓണറേറിയം വർദ്ധിപ്പിക്കണം, അതുപോലെ വിരമിക്കൽ ആനുകൂല്യം കൊടുക്കണം. ഇതൊക്കെ ന്യായമല്ലേ? 232 രൂപ ഒരു ദിവസം കൊടുത്താൽ ആർക്കാ ജീവിക്കാൻ കഴിയുന്നത്? ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. ജീവിക്കാൻ വേണ്ടി അവർ നടത്തുന്ന ഈ പോരാട്ടത്തിൽ അവരോടൊപ്പം ഞങ്ങളുണ്ടാവും. സമരം ദേശീയ തലത്തിലെത്തിയെന്നും ഒത്തുതീർപ്പാക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്നും C ദിവാകരൻ. ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന ആശാ വർക്കേഴ്സിൻ്റെ സമരം ഇന്ന് ദേശീയ നിലവാരത്തിലേക്ക് അത് പോയിരിക്കുകയാണ്. വളരെ വേഗം അതിലിടപെട്ട് ഒത്തുതീർപ്പിലെത്തിക്കണമെന്ന് ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ പിണറായി വിജയനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. സമരക്കാർക്ക് പിന്തുണയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യും സമരപ്പന്തലിൽ. ഞങ്ങളുടെ അമ്മമാരാണ്, ഞങ്ങളുടെ സഹോദരിമാരാണ്. ഇവരിങ്ങനെ മൃഗങ്ങൾ കാഷ്ടിക്കുന്നതിന്റെ ബാക്കി കഴിക്കേണ്ടുന്ന ആളുകളല്ല, ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലുള്ള ആളുകളാണ്. ഞങ്ങൾ തെരുവിലേക്ക് വരികയാണ് എന്ന് ഈ സർക്കാർ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇതിനകത്ത് രാഷ്ട്രീയമില്ല. ഇതിനകത്ത് ഈ സാധു മനുഷ്യന്മാർക്ക് ഇവർക്ക് അടിസ്ഥാന ശമ്പളം കിട്ടണമെന്ന് പറയുന്ന ആവശ്യം മാത്രമാണ്. ആശാ വർക്കർമാർക്ക് 3 മാസത്തെ കുടിശ്ശികയിൽ നിന്ന് 2 മാസത്തെ കുടിശ്ശികയുടെ പണം സർക്കാർ അനുവദിച്ചിരുന്നു. എന്നാൽ 1 മാസത്തെ ഓണറേറിയം മാത്രമാണ് എത്തിയതെന്ന് സമരക്കാർ. ഞങ്ങൾക്ക് വന്നത് 7,000 രൂപയാണ് ഞങ്ങൾക്ക് വന്നത്. എന്നിട്ട് 13,200 എന്ന് ആണ് പുറമെ അറിയപ്പെടുന്നത്. ഇതാ അടക്കുന്നു ഞങ്ങൾക്ക് വന്ന 7,000 രൂപ ഇതാ അടക്കുന്നു. ഓണറേറിയം വർധന, വിരമിക്കൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് ആശാവർക്കർമാർ പറയുന്നു. അതേസമയം ഡൽഹിയിൽ പോയി കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യണമെന്നാണ് ആരോഗ്യമന്ത്രിയുടെ പക്ഷം. അപ്പോഴും മുഖ്യമന്ത്രി മൗനത്തിലാണ്. സമരം ചെയ്ത് ശീലമുള്ളവരല്ല ഇവരെ ഇങ്ങനെ സമരത്തിനിരുത്തുന്നത് ശരിയുമല്ല. എന്തായാലും 2ാം പിണറായി സർക്കാരിന്റെ സ്ത്രീ സൗഹാർദ്ദ മാതൃക ലോകം കാണുന്നുണ്ട്. ഓർത്താൽ നല്ലത്. AV ജയശങ്കർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കലിന് ശേഷമുള്ള ആനുകൂല്യങ്ങൾ കൂട്ടുക എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന 10-12 ദിവസമായിട്ട് തുടരുന്ന ഈ സമരം ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നും അത് രാഷ്ട്രീയത്തിന് അതീതമായി പരിഹരിക്കാൻ വേണ്ടി ഒന്നിച്ചു നിൽക്കേണ്ടതാണെന്നും ഇന്ന് ബോധ്യപ്പെടുത്തുന്ന 2 പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. രമേശ് ചെന്നിത്തല അത് പറയുമ്പോൾ വേണമെങ്കിൽ അത് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്ന് പറയാം. പക്ഷേ C ദിവാകരൻ CPIയുടെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ അത് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരൻ നിലയിൽ ഈ പ്രശ്നം ഈ സമരം ദേശീയ ശ്രദ്ധയിലേക്ക് വന്നതുകൊണ്ട് തന്നെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സർക്കാർ ഇടപെടണമെന്നുള്ളതാണ്. മുഖ്യമന്ത്രി മൗനത്തിലാണ്. പക്ഷേ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ഈ സമരം അത് ന്യായത്തിന് വേണ്ടിയുള്ള മുറവിളിയായി മാറുമ്പോൾ സർക്കാരിന് അധികകാലം അത് കേട്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള സാധ്യതകൾ സർക്കാരിന് അന്വേഷിക്കാവുന്നതാണ്. ആശാവർക്കർമാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമ്മമാരും സഹോദരിമാരുമായി നിൽക്കുന്ന അവരുടെ പ്രശ്നങ്ങൾക്ക് സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ പരിഹാരം കണ്ടെത്താൻ കഴിയുമെങ്കിൽ അതിൽ ഇടപെടാനുള്ള സമയമായിരിക്കുന്നു എന്ന് 13 ദിവസത്തെ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ അവരുടെ ഈ പ്രതിഷേധം സൂചിപ്പിക്കുന്നുണ്ട്.